ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് എന്നൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ആമുഖമാണ്, ഒരു ഗൈഡ് ലൈൻസ് ആണ്. അപ്പം ശരിക്കും ബിഎസ് നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ബിഎസ് നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഒരു 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഈ 4 വർഷത്തെ കോഴ്സ് പണ്ട് നമുക്ക് ഇയർലി ആയിരുന്നു, ഇപ്പോൾ അത് സെമസ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സെമസ്റ്റർ ആണോ ഇയർ ആണോ നല്ലതെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടി ഇയർലി കുറച്ചും കൂടി നല്ലതായിരുന്നു. പിന്നെ ഏതൊരു സാഹചര്യമാണ് നമ്മൾ അതിനോട് അനുബന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പം നഴ്സിംഗിൻ്റെ ഒരു പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഈ ബിഎസ് നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ പ്രധാനമായിട്ട് നമുക്ക് ഒരു തിയറി പ്ലസ് പ്രാക്ടിക്കൽ, അതാണ് ശരിക്കും ഒരു കോഴ്സ് പോകുന്നത്. അപ്പം തിയറിയോടൊപ്പം തന്നെ തിയറിറ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി കാര്യമുള്ളൂ, പ്രാക്ടിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബേസിക്കലി ഒരു വളരെ സിക്കായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ ഫ്രം A to Z അവർക്ക് എന്താണോ പ്രയർലി നീഡ്, അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്. ഇപ്പോൾ പൂർവാധികം കംപ്ലീറ്റ്ലി സിക്കായിട്ട് ഒരു രീതിയിലും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു പേഷ്യൻറ്റിനെ ഫ്രം ദ ബേസിക് തിങ്സ് ടു അവർക്ക് എന്തൊക്കെ പ്രയർ നീഡ്സ് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നമ്മൾ വളരെ റെസ്പോൺസിബിളാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികളുടെ ഒരു വിചാരം ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മാത്രം മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും പേഷ്യൻറ്റിൻ്റെ ഒരു പരിചരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കംപ്ലീറ്റ് പേഷ്യൻ്റ് കെയർ എന്നാണ് അതിൻ്റെ അകത്ത് പ്രിഫറബിളി, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടേം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും ബിഎസ് നഴ്സിംഗ് ഫീമെയിൽസിനാണോ മെയിൽസിന് നല്ലതായിരിക്കും എടുക്കുന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, മെയിൽസോ ഫീമെയിൽസ് അല്ല, ഒരു സിക്കായിട്ടുള്ള ആൾക്കാരെ നല്ല രീതിയിൽ നോക്കാനും പരിചരിക്കാനും നല്ലൊരു മനസ്സുണ്ടാവും എങ്കിൽ നമ്മൾ നഴ്സിംഗ് എന്നൊരു കോഴ്സ് നിങ്ങൾക്ക് ആപ്റ്റായിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ള ഒരാൾക്ക് എങ്ങനെ മറ്റൊരാളുടെ കാര്യം ചെയ്യാൻ പറ്റണേ, അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കാന്നല്ല, ഇഷ്ടപ്പെട്ട് നമ്മൾ നഴ്സിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഒരു സാറ്റിസ്ഫൈയിങ്ങും അതുപോലെ തന്നെ നമുക്കൊരു ഡെഡിക്കേഷനോട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് നല്ലൊരു 100% ബ്ലെസ്സിങ്സും കൂടെ കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്തൊരു നമുക്കൊരു ഇഷ്ടമില്ലാതെ ഈ കോഴ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സാറ്റിസ്ഫാക്ടറി ആയിരിക്കത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും ഇഫ് ഇറ്റ് ഇസ് കൺഫ്യൂഷൻ, നമുക്കത് ചെയ്യാൻ നമുക്കത് ആപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ നഴ്സിംഗ് എടുത്തിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ബിഎസ് നഴ്സിംഗ് മറ്റൊരാളുടെ ഇതിലല്ല, നമ്മൾ ഓൾറെഡി കോഴ്സ് പഠിക്കുന്നവരോട് നിങ്ങൾക്ക് ചോദിക്കാം കോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചോദിച്ച് നമുക്കത് പ്രിഫറബിളി നമ്മൾ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. കാര്യം ഇപ്പം പ്രത്യേകിച്ച് ഫീമെയിൽസ് ആണെങ്കിലും മെയിൽസ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടം പോലെ ആൺകുട്ടികൾ നഴ്സിംഗിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ പെൺകുട്ടികളെക്കാട്ടും കൂടുതൽ ഡെഡിക്കേറ്റീവായിട്ട് ആൺകുട്ടികൾ പേഷ്യൻ്റ് കെയർ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പെൺകുട്ടികൾ എല്ലാവരും ചെയ്യില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഇഷ്ടത്തോടെ ബോയ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്നൊരു കോഴ്സ് നിങ്ങൾക്ക് ആപ്റ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരാളുടെ കാര്യങ്ങൾ പരിചരിക്കുമ്പോൾ അത് 100% ചെയ്യാൻ. ഇപ്പം 100% ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് തിയറിറ്റിക്കൽ നോളജ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി നല്ല രീതിയിൽ ഗൈഡ് ലൈൻ ചെയ്യുന്ന ഒരു സ്ഥാപനവും അതുപോലെ പ്രാക്ടിക്കലി നമുക്ക് നല്ല ഗൈഡ് ലൈൻസ് കിട്ടുന്ന ഒരു സ്ഥാപനമായിരിക്കണം എപ്പോഴും നഴ്സിംഗ് കോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. നമ്മൾ ആ ഒരു മാനദണ്ഡങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ കൂട്ടുകാർ ഇന്നൊരു കോളേജിൽ ചേർന്നു, അല്ലെങ്കിൽ അയൽവക്കത്തുകാർ ഇന്നതിടത്ത് ചേർന്നു, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ക്യാമ്പസിൽ ചെന്നാൽ മാത്രമേ, ഒരു കളർഫുൾ ക്യാമ്പസിൽ ചെന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ അറിവുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, കളർഫുൾ ക്യാമ്പസിലൊന്നും റിയാലിറ്റി ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർട്സ് കോളേജ് അല്ല, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ പ്രൊഫഷണൽ നോളജ് വളരെയധികം ആവശ്യകതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണലി സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ടാലൻസ് നമ്മളിലേക്ക് കൊണ്ടുവരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോളേജ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഒരു കോഴ്സ് കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. ആഫ്റ്റർ ഓൾ നമുക്ക് ബിഎസ് നഴ്സിംഗ് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി കോഴ്സ് ഡൈവേർഷൻ, നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, MBA, ഒത്തിരി കോഴ്സ് ഡൈവേർഷൻ ആണെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട് ഈ ഒരു ബിഎസ് നഴ്സിംഗ് കോഴ്സ്. അപ്പം നമുക്ക് എന്നൊരു അസറ്റ് തന്നെയാണ്. പിന്നെ പ്രിഫറബിളി നമ്മൾ ബിഎസ് നഴ്സിംഗ് എബ്രോഡ് പഠിക്കുന്നതാണോ നാട്ടിൽ പഠിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്ക്ലി ഞാൻ പറയാം അത് ഇന്ത്യയിൽ പഠിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്നോട് ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്, ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, പലർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടാവും. പക്ഷെ ഞാൻ എന്നോട് ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ ബിഎസ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാസ്റ്റേഴ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകാം. കാര്യം ഇന്ത്യയിലെ സർട്ടിഫിക്കറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കൺട്രീസിലേക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് ഈ സിറ്റുവേഷൻ നീഡ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മൈഗ്രേഷൻ വരാം. പക്ഷേ ചില കൺട്രീസിൽ ആണെങ്കിൽ എനിക്കെല്ലാം അല്ല, ചില കൺട്രീസിൽ പഠിക്കുവാണെങ്കിൽ ആ സ്പെസിഫിക് കൺട്രിയിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. നിങ്ങൾ ബേസ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് മറ്റുള്ള ഏതെങ്കിലും കൺട്രിയിലേക്ക് നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ എവിടെയാണ് നമുക്ക് കിട്ടാനുള്ള ഒരു പ്രൊവിഷൻസ് പോസിബിലിറ്റീസ് അനുസരിച്ച് നമുക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു അസറ്റ് തന്നെയാണ് ഈ കോഴ്സ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ 4 വർഷം നമ്മൾ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറേ കഷ്ടപ്പാടുകളും നമുക്ക് കുറേ ഓർക്കളൊക്കെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും പിന്നെ നമുക്ക് പഠിക്കാൻ അത്യാവശ്യം നല്ല രീതിയുണ്ട്, സബ്ജക്റ്റുകളുടെ എണ്ണം ഉണ്ട്. അപ്പം അതുകൊണ്ട് ചിലർക്ക് വളരെ ഈസിയാണ് ബിയാസ് നഴ്സിംഗ് എന്ന് പറഞ്ഞ് ഒക്കെ ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും റിയാലിറ്റി ഒന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കാനൊന്നുമില്ലെന്ന് വിചാരിച്ചാൽ ആരും നഴ്സിംഗിലേക്ക് കടന്നു വരരുത്. പഠിക്കാൻ അത്യാവശ്യമുണ്ട്, കഷ്ടപ്പെടാൻ മനസ്സ് വേണം, ഒത്തിരിയധികം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമുക്കൊരു നല്ലൊരു മനസാന്നിധ്യം വേണം. അതുണ്ടെങ്കിൽ മനസാന്നിധ്യം മീൻസ് നമ്മൾ പ്രാക്ടിക്കലി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോഴ്സ് കൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരാളൊരു കമ്പൽഷൻ ഉപരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 100% നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതാണ് നമ്മുടെ ഫാക്ട്. ഇങ്ങനെ ചെയ്യാൻ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് വളരെ സാറ്റിസ്ഫാക്ടറി ആണ്. ഓക്കെ, അപ്പം നമ്മൾ ചില കോഴ്സുകളൊക്കെയാണ് നമ്മൾ പഠിച്ചു പിന്നീട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പേഷ്യൻ്റ് കെയറിലേക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഈ ഒരു +2 വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ പേരൻസ് A to Z കാര്യം ചെയ്യുന്ന അങ്ങനത്തെ മെജോറിറ്റി കുട്ടികളാണ് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നീട് അവർ കോഴ്സിലേക്ക് കടന്നു വരുമ്പോഴേക്കും അവർ പേഷ്യൻ്റ് കെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കാനും അതുപോലെ തന്നെ ആ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നഴ്സിംഗ് എന്നൊരു കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് നഴ്സിംഗ് കോഴ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്തൊരു 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ ജോലിയിലേക്ക് നമുക്ക് കയറാനും സാധിക്കുക. അപ്പം പലർക്കും ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻസും ഡൗട്ടൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ബിയാസ് നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നുള്ള നഴ്സിംഗ്, ഇപ്പം ജനറൽ നഴ്സിംഗ് ആയിക്കോട്ടെ, മാസ്റ്റേഴ്സൊക്കെ ആർക്കെങ്കിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സംശയങ്ങൾ അല്ലെങ്കിൽ കോഴ്സ് സംബന്ധമായ സംശയങ്ങൾ അല്ലെങ്കിൽ നഴ്സിംഗ് ബേസ് ചെയ്തിട്ട് എന്ത് സംശയങ്ങളും കൗൺസിൽ പരമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മദേഴ്സ് നഴ്സിംഗ് ഒഫീഷ്യൽ നമ്പറിലോ ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ കോമൺ ഡൗട്ട്സ് ആണ് ഞാൻ വീഡിയോസ് ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എനിവേ നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു അപ്ഡേഷണൽ വീഡിയോ ആയിട്ട് കാണുന്ന പറ്റില്ല. താങ്ക് യു.